ഞങ്ങൾ 3 പേരും കൂടെ ചെന്നപ്പോൾ അവിടെ വെച്ച് മമ്മൂട്ടി പറഞ്ഞു, നിങ്ങൾ 3 പേരും പിന്നെ എന്തൊക്കെ ചെയ്യുന്നത് വെച്ച് ഞാൻ പറഞ്ഞു ഞങ്ങൾ സ്റ്റുഡിയോ. മറ്റേ നിങ്ങൾ രണ്ടുപേരും ഉള്ള ഈ സമയത്ത് നിങ്ങളെ പോലുള്ള ഈ ഇതുമായിട്ട് നടന്നാൽ രക്ഷപ്പെടത്തില്ല. ഒരു അഡ്വൈസ് ആയിരുന്നു. സന്തോഷേട്ടാ, ശരിയാണ്. കാരണം മമ്മൂക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ മമ്മൂക്കയെ പരിചയപ്പെടുന്ന ചിലപ്പം ജസ്റ്റ് ഒരു വാക്ക് കൊണ്ടോ നോട്ടം കൊണ്ടോ ആയിരിക്കും ഓരോരുത്തരുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുന്നത്. ഇപ്പോൾ 25 വർഷമൊക്കെ കാലപ്പഴക്കമുള്ളതാണ്. 25 വർഷമൊക്കെ കാലപ്പഴക്കമുള്ള ചെടിയുണ്ടോ? ആ സൈഡിൽ ഇരിപ്പുണ്ട്. ഇതൊക്കെ 10 വർഷം പഴക്കമുള്ളതാ. ഇത് 10 വർഷം നോക്കി 10 വർഷം പഴക്കമുള്ള, ഏകദേശം 10 വർഷം പഴക്കമുള്ള കോഴിയാണ്. നമ്മള് 2 കളറാന്ന് തോന്നല്ലേ? 2 കളർ നമ്മള് ഇതിനകത്ത് 2 കളർ എഴുതി. അത് കൊള്ളാം. ബഡ്ഡേന്ന് അറിയത്ത് പോലും അല്ലേ? ബഡ്ഡേന്ന് അറിയത്തില്ല, ഒരു തരത്തിൽ അറിയത്തില്ല. അടിപൊളി. നമസ്കാരം. ഇന്ന് കൊല്ലം ജില്ലയിലെ പ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫറെ കുറച്ച് വിശദമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 47 വർഷക്കാലത്തോളം ഫോട്ടോഗ്രാഫി മേഖലയിൽ നിൽക്കുന്ന നമുക്കെല്ലാം കൊല്ലക്കാർക്കും പ്രത്യേകിച്ച് തട്ടാമലയിലുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് സുപരിചിതനായ സന്തോഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇദ്ദേഹമാണ് സന്തോഷ്, നമ്മുടെ സുഹൃത്താണ്. ഒപ്പം തന്നെ കഴിഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ 47 വർഷക്കാലത്തോളമായി ഫോട്ടോഗ്രാഫി ഫീൽഡിൽ അന്നും ഇന്നും ഒരുപോലെ തിളങ്ങുന്ന ഒരു മനുഷ്യനാണ്. ഈ 47 വർഷക്കാലം എന്ന് പറയുന്ന ഒരു ചെറിയ കാലയളവല്ല. ഒരു കാര്യം ഇവിടെ പറയണേ, നിങ്ങൾക്ക് അറിയാനായിട്ട് എന്റെ 1ാം ക്ലാസ്സിൽ കൊണ്ട് സ്കൂളിൽ ചേർക്കുമ്പോൾ ഫോട്ടോ കൊടുക്കണമല്ലോ. ആ ഫോട്ടോയും ഞാൻ 10ാം ക്ലാസ്സിലും ഫോട്ടോ കൊടുക്കണമല്ലോ അവിടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്. ആ ഫോട്ടോയും എടുത്തത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ഇപ്പോഴത്തെ ഡിജിറ്റൽ യുഗം വരെ ഞാൻ എത്തി നിൽക്കുകയാണ്. അതെ, ഇപ്പോഴത്തെ ക്യാമറ ഉപയോഗിക്കുന്നുണ്ട്. പഴയ ക്യാമറ കൊണ്ടുവന്നാൽ എനിക്ക് ഉപയോഗിക്കാൻ അറിയാം. പക്ഷെ ഇപ്പോഴത്തെ പലർക്കും അത് പറ്റത്തില്ല. തുടങ്ങിയ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തായിരുന്നു. അന്ന് ഫിലിമൊക്കെ നമ്മൾ ഫോട്ടോ എടുത്തു, അത് കൊണ്ടുവന്ന് പിന്നെ കെമിക്കലില്ല ഡെവലപ്പ് ചെയ്ത് ക്യാമറ മറ്റല്ല വലിയ സാധനമാണോ? അല്ല, 124G എന്ന് പറയുന്നത് മാമിയ അങ്ങനെയുള്ള ക്യാമറ അല്ല. ഇതെന്ന് വെച്ചാൽ അത് പിന്നെ 12 എണ്ണ എടുക്കാൻ പറ്റത്തുള്ളൂ ഒരു ക്യാമറ. അത് മാമിയ എന്ന് പറയുന്ന ക്യാമറ ഉണ്ട്. അതിനകത്ത് 12 സ്നാപ്സ്, ഒരു കല്യാണത്തിന് 24 സ്നാപ്സ് ഒക്കെയാ നമ്മൾ എടുക്കുന്നത്. ഈ 12, 20 വലിയ കല്യാണമൊക്കെ ഒരു 10-50 പടം സെലക്റ്റീവ് ഫോട്ടോകളായിരിക്കും. ഇപ്പോഴത്തെ കണക്കല്ല, പണ്ടെന്ന് പറയും. ഇപ്പൊ ഇഷ്ടംപോലെ വാരി ഫിലിമല്ലായിരുന്നു, അത് ഫിലിമാണ്. അത് നമ്മള് കെമിക്കലിനകത്ത് വാഷ് ചെയ്തതിന് നമ്മള് ക്യാമറയിൽ റോൾ ഫിലിം ഇട്ട് ക്യാമറയ്ക്ക് വെച്ച് 64 ഫിലിമാണ്. അല്ല, പിന്നെ അത് കളർ വന്നതിന് ശേഷമാണ് 36. ഒരു റോൾ എന്ന് പറയുന്നത് 36. അത് കളർ ആയതിനു ശേഷം ബ്ലാക്ക് ആൻഡ് വൈറ്റ് 12. അത് പിന്നെ 6 എടുക്കുന്നേ ഉണ്ടായിരുന്നു. അങ്ങനെ 6 ഫ്രെയിം എടുക്കുന്നു. പടങ്ങളൊക്കെ സൂക്ഷിച്ചെടുത്തേ പറ്റുമല്ലേ? ഒരെണ്ണം പോയാൽ ഒരു കല്യാണത്തിന് പറയുന്നത് സ്വീകരണം എന്ന് പറയുന്നത് നമ്മൾ 1-2 പടം എടുക്കത്തുള്ളൂ. 12 പടം ചിലപ്പോൾ ഒരു കല്യാണത്തിന് എടുക്കും. അന്ന് ഫോട്ടോഗ്രാഫർ ചെല്ലുമ്പോൾ പലപ്പോഴും എനിക്ക് ഈ ഫോട്ടോഗ്രാഫർ നമ്മൾ ഇപ്പോഴത്തെ കണക്കല്ല, നമ്മൾ കാത്തിരിക്കും ഒരു കല്യാണത്തിന്. ഭയങ്കര വാല്യൂബിൾ ആയിരുന്നു. എനിക്ക് അറിയാവുന്നത് അന്ന് ഷൺമുഖം സ്റ്റുഡിയോ കോട്ടിട്ടുണ്ടാ ഫോട്ടോ എടുക്കാൻ. അന്ന് സുന്ദരം ഷൺമുഖം സ്റ്റുഡിയോ ആണ് കൊല്ലത്തെ ഏറ്റവും വലിയ സ്റ്റുഡിയോ. പിന്നെ സന്തോഷ് സ്റ്റുഡിയോ, പിന്നെ സുനിത സ്റ്റുഡിയോ, ഇങ്ങനെ കുറച്ച് സ്റ്റുഡിയോകൾ കൊല്ലത്തുള്ളൂ. പിന്നെ അതുപോലെ സ്കൂൾ കോളേജ് തരത്തിലുള്ള ഗ്രൂപ്പുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞങ്ങളാണ് കൂടുതലും എടുത്തിട്ടുള്ളത്. എന്റെ ആശാന്റെ കൂടെ ഞാനാ പോകുന്നത്. ഞാൻ കൊല്ലം സുനിത സ്റ്റുഡിയോ നിന്ന അവിടെ ഫോട്ടോഗ്രാഫി പഠിച്ചത്. അവിടെ 7 വർഷം വരെ നിന്നു. അതുകൊണ്ട് ഫോട്ടോഗ്രാഫി പറ്റി എല്ലാം പഠിക്കാൻ പറ്റും. ചെറിയ പിന്നെ ടച്ചിങ് ആയാലും കളറിങ് ഒക്കെ പഠിച്ചിറങ്ങിയത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അന്ന് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കളർ ചെയ്ത് കൊടുക്കും. എങ്ങനെ ഫിലിമിനൊക്കെ എത്ര രൂപയായിരുന്നു അന്ന്? റോളിന് 80 രൂപ 50 രൂപ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റോൾ. പാസ്പോർട്ട് സൈസ് ഫോട്ടോയ്ക്ക് അന്നൊക്കെ പിന്നെ 5 രൂപ ഉള്ളു ഫോട്ടോ എടുക്കുന്നതിനൊക്കെ. 5 രൂപ 50 പൈസ എക്സ്ട്രാ കോപ്പി. പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ 4 കോപ്പിയാണ് കൊടുക്കുന്നത്. അന്നൊക്കെ പ്രിന്റിംഗ് മെഷീൻ ഇല്ലല്ലോ. നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നു. ആ ഫിലിം പിന്നെ വാഷ് ചെയ്തതിനു ശേഷം ഡെവലപ്പറിനകത്ത് പിന്നെ ഡെവലപ്പർ, പിന്നെ വാട്ടർ, അതിന് ഹൈപ്പോ, ഈ 3 സെക്ഷനാണ്. അതിനകത്ത് ആദ്യം ഡെവലപ്പറിനകത്ത് ഇട്ടിട്ട് അത് കഴിഞ്ഞ് വാട്ടറിനകത്തിട്ട് ഹൈപ്പോയ്ക്കകത്തിട്ട് ടച്ച് ചെയ്യുന്നതൊക്കെ എപ്പോഴാണ് ടച്ച് ചെയ്യുന്നത്? അത് കഴിഞ്ഞിട്ട് ഇത് ഫിലിം ഉണക്കിയതിന് ശേഷം കൊണ്ടുവന്നിട്ടാണ് അത് കട്ട് ഫിലിമിനകത്തിട്ട് സ്റ്റുഡിയോയിൽ എടുക്കുന്നത്. കല്യാണത്തിന് അതെല്ലാം റോള് എടുത്ത് കൊണ്ടുവന്നതിന് ശേഷം എല്ലാവരും ചെന്നകത്ത് കയറ്റി പ്രിന്റ് അടിച്ചിട്ടാണ് ടച്ച് ചെയ്താണ് നമ്മൾ ആദ്യം ഒട്ടിച്ചാണ് കൊടുക്കുന്നത്. അത് ശരി. ഇപ്പോഴെല്ലാം
ഡിജിറ്റൽ യുഗമായോണ്ട് ഒരുപാട് ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല. ഇപ്പൊ 1000-2000 ഫോട്ടോ ഒരു കല്യാണത്തിന് വെറുതെ എടുത്ത് കളയാം. വെറുതെ എടുത്ത് പണ്ട് 12 ഫോട്ടോ എടുക്കാൻ പറ്റത്തുള്ളൂ പറയുമ്പോൾ അതും സെലക്ട് ചെയ്തല്ലേ? അതൊരു 12 ഫോട്ടോ എന്ന് പറയുന്നത് ചിലപ്പം നമ്മൾ ഈ ക്ലിക്ക് അടിക്കുന്ന 2 പ്രാവശ്യം ആയിപ്പോയാൽ ഒരു സ്നാപ്പിനകത്ത് 2 എണ്ണം വരും. സിസ്റ്റർ മാമിക്കകത്തേക്ക് ഒരു ഷട്ടർ നമ്മൾ പിടിച്ചിട്ടിട്ടാ ഷട്ടർ അടിക്കുന്നത്. വൈൻഡ് ചെയ്യുക, ഫ്രണ്ടിലൊരു ലിവർ പിടിച്ചിട്ട് തന്നിട്ടാ ഷട്ടർ ചെയ്യുന്നത്. ഈ 2 പ്രാവശ്യം ആ ലിവർ പിടിച്ചിടുമ്പോഴത്തേക്ക് ചിലപ്പോൾ 2 സ്നാപ്പ് ഒക്കെ വരും. അങ്ങനെ ആ ഫിലിം പോവും. പലപ്പോഴും ടെൻഷനാണ്. അങ്ങനെ ഞാൻ ഇൻഫർമേഷന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സമയത്തായിരുന്നു ഇൻഫർമേഷന് വർക്ക് ചെയ്യുക. അന്നേരം പിന്നെ ആർ ബാലകൃഷ്ണനുള്ള മന്ത്രിയായിരിക്കുന്ന സമയത്ത് അന്നേരം ഞാൻ പടം എടുക്കുമ്പോൾ ഞാൻ ഞാൻ വലിയ ഇതൊന്നും സൈസില്ല. എന്നാൽ ബാലകൃഷ്ണ മോനെ ഫോട്ടോ എടുത്താൽ കിട്ടുമോ, ഇതിനകത്തുണ്ടോ, 1-2 പ്രാവശ്യം എടുത്തോളൂ. പക്ഷെ ഞാനന്ന് ആ ഇൻഫർമേഷൻ പോയി പടങ്ങൾ എടുക്കുമ്പോൾ ദൈവം സഹായിച്ച് ഒന്നും പറ്റിയിട്ടില്ല. ഓരോ കല്യാണ വീടുകളിലും നിങ്ങളൊക്കെ ചെല്ലുമ്പോൾ അന്നൊക്കെ ഭയങ്കര വലിയ വാല്യൂബിൾ സംഭവമല്ല. അതായത് ഈ പണ്ട് ഗൾഫുകാരൊക്കെ വരുന്ന പോലത്തെ ഒരു പ്രതീതിയാണ് നിങ്ങൾ വീഡിയോഗ്രാഫേഴ്സ് കല്യാണ വീട്ടിലൊക്കെ വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോഗ്രാഫിലോട്ട് പോയപ്പോഴാണ് ഈ സിനിമാക്കാര് ഇരുന്നാണ് കാര്യം. ഞങ്ങള് ചില കല്യാണ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഡബിൾ യൂണിറ്റ് ആണ്. ഡബിൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ കാസറ്റ് ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, പഴയ സിനിമകൾ. ക്യാമറ വേറെ സെക്ഷൻ, VCR വേറെ സെക്ഷൻ. അങ്ങനെ തോളെ തൂക്കിയിട്ടിട്ട് ക്യാമറ ഇരിക്കും. ക്യാമറ റെക്കോർഡിംഗ് മാത്രമേ ഉള്ളൂ. VCR-നകത്ത് റെക്കോർഡിംഗ് മോഡ് പിടിച്ചിട്ടിട്ടാണ് നമ്മൾ ക്യാമറ. അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ ആദ്യ കാലത്ത് വീഡിയോഗ്രാഫി. അവിടെ പലപ്പോഴും നമ്മൾ ഈ വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോഴേ ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു. എന്താണ് അനുഭവങ്ങളൊക്കെ? അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ പിന്നെ ഞാൻ കമത്തി കിടത്തി ഫോട്ടോ എടുത്തതിന് കൊച്ചു കുട്ടിയായപ്പോൾ എടുത്തത്. അതിന്റെ മിച്ചം ഞാൻ എടുത്തു. മിച്ചം എടുത്തതിന് ശേഷം ഈ ഇതിന്റെ കല്യാണം എടുക്കുന്നതിന്റെ തലേന്ന് ഈ കെട്ടാൻ പോകുന്ന പയ്യന്റെ അപകടം പറ്റി. ബൈക്കിനകത്ത് അപകടം. അതുകൊണ്ട് ഈ കുട്ടിയെ അറിയിക്കാൻ ഞങ്ങൾ ഈ സമയത്താണ് അറിയിക്കുന്നത്. ഈ കുട്ടി പയ്യന് അപകടം പറ്റുന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ വെച്ചാണ് കല്യാണം. അങ്ങനെ ശങ്കേഴ്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇതിനെ താലി കെട്ടിച്ചിട്ട് അവിടെ ഫോട്ടോ എടുത്തു. അവിടെ വീഡിയോ എടുത്തിട്ട് തിരിച്ച് പിന്നെ വന്നിട്ട് ഫുഡൊക്കെ നമ്മൾ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു മരണത്തിന്റെ ഫോട്ടോ എടുക്കണമെന്ന്. ഞാൻ ചെന്നപ്പോൾ ഈ പെൺകുട്ടി പിന്നെ ഹോളി ക്രോസിൽ ബോഡിയായിട്ട് കിടക്കുന്നു. ഞാൻ അറിയുന്നില്ല. ഈ കുട്ടി അറ്റാക്ക് വന്നു മരിച്ചുപോയി. അപ്പോ ജനനം എടുത്തു, നിശ്ചയം എടുത്തു, കല്യാണം എടുത്തു, മരണവും എടുത്തു. പക്ഷെ പിന്നെ മരണം എടുക്കുമ്പോൾ എനിക്ക് പറ്റിയ ഇമോഷണൽ ഭയങ്കര. ഇതേപോലെ തന്നെ പിന്നെ വീഡിയോ എടുക്കാൻ മണ്ഡലത്തിലേക്ക് പോയപ്പം എൻ്റെ അടുത്ത് പിന്നെ അന്നത്തെ കാലത്ത് വീഡിയോ ഇല്ല. ആ കാലത്ത് വീഡിയോ എടുക്കാൻ ആ സ്ഥലത്ത് നിന്നപ്പം ആ പിന്നെ പയ്യൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സാറേ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ എൻ്റെ അച്ഛനെ കൂടുതൽ എടുക്കരുത്. എനിക്കത് ഭയങ്കര മാനസിക വിഷമമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും തർക്കിക്കുക, കാണാൻ അത്ര നിൽക്കില്ല. കാര്യം ഗൾഫിലെ ഞങ്ങളൊരു റൂമിലാണ് താമസിക്കുന്നത്. എന്നാലും ഈ പലപ്പോഴും പിന്നെ ഈ കൂട്ടുകാരികളായിട്ടൊക്കെ ഇന്ന് കാണുമ്പോൾ അവര് കളിയാക്കും ഓരോന്നും. അതുകൊണ്ട് ചെറുപ്പക്കാരി പിള്ളേരെയും നല്ല മുഖങ്ങൾ മാത്രം എടുക്കുക. അതെനിക്ക് വളരെ ഇത് ചെയ്തു. എന്നിട്ട് അതുകൊണ്ട് ഞാൻ ആദ്യമേ അച്ഛനും അമ്മയും കാണിക്കാതെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു. അത് എനിക്കൊരു വളരെ ഫീൽ ചെയ്തൊരു അനുഭവമായിരുന്നു. അതുപോലെ ചില കല്യാണത്തിന് ഒരു ക്രിസ്ത്യ കല്യാണത്തിന് പോയിട്ട് കല്യാണം എടുത്ത സ്ഥലത്ത് പിന്നെ കല്യാണം എടുത്ത സ്ഥലത്ത് വെച്ച് പെൺകുട്ടി മാനസികമായിട്ട് വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു. പ്രശ്നമുണ്ടായി. വീട്ടിൽ വന്നു. അന്ന് രാത്രി പയ്യൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഈ കല്യാണം ഇതിനോട് താല്പര്യമില്ല. അന്ന് തന്നെ ബന്ധം പിരിഞ്ഞ് ആ പെൺകുട്ടി പോന്നു. രാവിലെ ചെല്ലുമ്പോഴാ അവര് പറയുന്നത് കാസറ്റൊന്നും ചെയ്യണ്ട, പെൺകുട്ടി പോയി. എന്തൊക്കെ അനുഭവങ്ങളായിരുന്നല്ലേ? അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് പിന്നെ പെരുമൺ ദുരന്തം, പിന്നെ പരൂർ പൂറ്റിങ്ങൽ ക്ഷേത്രത്തിലെ അപകടം, ഇതേപോലെയുള്ള ഒരുപാട്
കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഷൂട്ട് ചെയ്യാനും പിന്നെ അതേപോലെ പിന്നെ മഴ ഒരു സമയത്ത് ഭയങ്കര പിന്നെ മഴ വന്ന് ഇതെല്ലാം റോഡുകൾ പ്രളയം ഉണ്ടായി. അന്ന് പിന്നെ കുളത്തൂപ്പുഴ സൈഡിലുള്ള റോഡെല്ലാം ഒലിച്ചു പോയായിരുന്നു. ഇത് മൊത്തം കൊല്ലം കളക്ടർ പറഞ്ഞു ഇത് മൊത്തം ഷൂട്ട് ചെയ്ത് കേന്ദ്രത്തിന് കൊടുത്ത് ഞാനായിരുന്നു. ഓ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഇടയ്ക്ക് വെച്ച് സിനിമയിലൊക്കെ അത് പിന്നെ വിക്രമശ്രീ സുകുമാരൻ നായർ അദ്ദേഹത്തിന്റെ പിന്നെ റോസി എന്ന് പറയുന്ന സിനിമാ മാസിക ഉണ്ടായിരുന്നു. അദ്ദേഹം അതിന്റെ ക്യാമറമാനായിട്ട് പിന്നെ ഫോട്ടോഗ്രാഫറായിട്ട് പോയിട്ടുണ്ട്. പിന്നെ നാനയ്ക്കൊക്കെ അങ്ങനെയുള്ള സിനിമാ മാസികർക്ക് ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ട്. ഫോട്ടോ പല പടത്തിനും അങ്ങനെ പിന്നെ കൗരവരുടെ ലൊക്കേഷൻ വെച്ചായിരുന്നു. ഞങ്ങൾ 3 പേര് കൂടി റോസിയുടെ എഡിറ്ററും ഞങ്ങൾ ഗോപകുമാർ നീരാവിൽ പിന്നെ കൃഷ്ണൻ പിന്നെ എറണാകുളം ഞങ്ങൾ 3 പേരും കൂടെ ചെന്നപ്പോൾ അവിടെ വെച്ച് മമ്മൂട്ടി പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ 3 പേരും പിന്നെ എന്തൊക്കെ ചെയ്യുന്നത് വെച്ച് ഞാൻ പറഞ്ഞു സ്റ്റുഡിയോ. മറ്റേ നിങ്ങൾ രണ്ടുണ്ട് അത് ഞാൻ പിന്നെ ഡിഗ്രി കഴിഞ്ഞ് ഇരിക്കുകയാണ്, വേറെ ആൾ സംഗീതത്തിന് അന്നേരം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ആ ഫീൽഡിലോട്ട് പോകുന്നതല്ല, ഈ സ്റ്റുഡിയോ നടത്തിയില്ലേ, ഈ സ്റ്റുഡിയോ നടത്തി. കാര്യം ഞാന പോലുള്ള വലിയ മാഗസിൻ ഉള്ള ഈ സമയത്ത് നിങ്ങളെ പോലുള്ള ഈ ഇതുമായിട്ട് നടന്ന രക്ഷപ്പെടത്തില്ല. അഡ്വൈസ് ആയിരുന്നു. അത് വളരെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത് ശരി, സന്തോഷേട്ടാ. ശരിയാണ്. കാരണം മമ്മൂക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ മമ്മൂക്കയെ പരിചയപ്പെടുന്ന ചിലപ്പം ജസ്റ്റ് ഒരു വാക്ക് കൊണ്ടോ നോട്ടം കൊണ്ടോ ആയിരിക്കും ഓരോരുത്തരുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുന്നത്. അദ്ദേഹത്തിന് ഒരു പ്രസൻസ് പല ആളുകൾക്കും അവരുടെ ലൈഫിൽ ടേണിംഗ് പോയിന്റ് ആയിട്ടുണ്ട്. ഒരുപാട് പേർ. ഇപ്പൊ സന്തോഷേട്ടാ തന്നെ പറഞ്ഞു അന്നൊരു പക്ഷേ സിനിമ മേഖലയിൽ പോവുമായിരുന്നെങ്കിൽ എവിടെ എത്താൻ പറ്റില്ലായിരിക്കാം. അതേപോലെ നിങ്ങൾക്ക് സ്റ്റുഡിയോ ആണോ നിനക്ക് അറിയാവുന്നത്, നീ പോയി അത് ചെയ്യും എന്ന് പറഞ്ഞു വിട്ടു. പക്ഷെ അന്ന് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റുഡിയോ ഡെവലപ്പ് ആകുകയും അല്ലെ വേറെ ലെവലിലേക്ക് എത്തിക്കുകയും. റോസി എന്നുള്ള മാഗസിൻ അതോടുകൂടി ഞങ്ങൾ നിർത്തി. കൗരവർ എന്നുള്ള പിന്നെ കുറെ മാഗസിന്റെ കവർ പേജ് ഒക്കെ ഞാനായിരുന്നു കവർ ചെയ്തത്. അതല്ലേ, അതോടുകൂടി ഞങ്ങളത് നിർത്തി. സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അല്ലാതെ ചില പത്രത്തിന് ഒക്കെ പോകുന്ന അല്ലാതെ നാഷണൽ ഗെയിംസും സന്തോഷ് ട്രോഫിയും കൊല്ലത്ത് വന്നപ്പോൾ ഞാനായിരുന്നു ഫോട്ടോഗ്രാഫർ. കേരള ടൈംസ്, ദീപിക ഈ പത്രത്തിന്റെ ഫോട്ടോഗ്രാഫർ ഞാനായിരുന്നു. നിരവധി മേഖലയിൽ മനുഷ്യനാണ്. വേറെ കാര്യമുണ്ട്, ഫോട്ടോഗ്രാഫി രംഗത്ത് എല്ലായിടത്തും പഴയ കാലവും പുതിയ ഇതുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും. പിന്നെ ഒരുപാട് കുറെ പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട്. കയർ മേഖലയെ പറ്റി ഒരു ഡോക്യുമെന്ററി ചെയ്തായിരുന്നു. ആ ഡോക്യുമെന്ററിക്ക് അവാർഡ് കിട്ടി. 3 അവാർഡ് കിട്ടി. അത് ശരി. അത് ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ ഒരു അവാർഡ് കിട്ടി. പിന്നെ കൊല്ലത്ത് പിന്നെ പിന്നെ രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ ഒരു അവാർഡ് കിട്ടി. അങ്ങനെ 2-3 അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, ഇപ്പോഴത്തെ ഒരു ഫോട്ടോഗ്രാഫി മേഖല എങ്ങനെയാണ്? കുറെ പുതിയ ആളുകളുടെ കടന്നുകയറ്റം അത് എത്രത്തോളം ഈ പഴയ ഫോട്ടോഗ്രാഫേഴ്സിനെ എഫക്ട് ചെയ്തിട്ടുണ്ട്? എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്? ഫോട്ടോഗ്രാഫി ഈ പുതിയ മേഖലയിൽ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേർ വേറെ ട്രെൻഡാണ്. പഴയ മേഖലയായിട്ട് പണ്ടൊക്കെ എന്ന് പറയുന്നത് നമ്മൊരു കല്യാണത്തിന് പോകുമ്പോൾ കല്യാണത്തിന് ആരൊക്കെ പങ്കെടുത്തു, ആ ബന്ധുക്കൾ ആരൊക്കെയാണ് അവരെല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മൾ എത്ര ഈ ഊണ് എടുത്ത് നമ്മൾ ഊണ് എല്ലാം എടുക്കണം. ഊണ് എടുക്കുമ്പോൾ ഈ കല്യാണത്തിന് ആരൊക്കെ സംബന്ധിച്ചു, അതേപോലെ ഓരോരുത്തരും നിൽക്കുന്നിടത്ത് പോയി വീഡിയോ എല്ലാം കവർ ചെയ്യണം. ഇപ്പോൾ അങ്ങനല്ല. ഇപ്പോൾ ഫോട്ടോഗ്രാഫർ ചെറുക്കനും പെണ്ണുമാണ് മെയിൻ. പക്ഷെ അത് പലപ്പോഴും പല കുഴപ്പം ഇനി അങ്ങനെയുള്ള പല കുഴപ്പങ്ങളിലും. കാര്യം ഫോട്ടോഗ്രാഫി വേറെ തലത്തിലോട്ട് പോയാൽ കാര്യം ഇനി ഈ ഫോട്ടോഗ്രാഫി പഴയ ഒരു നമുക്ക് ഒറിജിനൽ ഫോട്ടോഗ്രാഫിയിലേക്ക് വരാൻ കഴിയില്ല. ഓർമ്മയിൽ നിൽക്കാൻ പഴയ പണ്ട് മരണപ്പെട്ടവരെയൊക്കെ പിന്നെ എടുത്ത് വെച്ച് കാണാമായിരുന്നു. ശരിയാ. ഇപ്പൊ അത് പറ്റത്തില്ല. ഇപ്പൊ എന്ന് പറയുന്നത് ഒരു കല്യാണ വീഡിയോക്കകത്ത ഫോട്ടോക്കകത്ത ചെറുക്കന്റെയും പെണ്ണിന്റെയും ഫോട്ടോ അതൊക്കെ മാറി വന്നിട്ട് പഴയ രീതി വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഒരു കല്യാണ വർക്കെന്ന് പറയുമ്പോൾ ആ കല്യാണത്തിന് സംബന്ധിക്കുന്നവരെല്ലാം അതിന് ഉൾപ്പെടുത്തണം. അതെ അതെ, അത് നല്ലൊരു ആശയമാണ്. ഇപ്പൊ അങ്ങനെയാണോ? അല്ല, ഒരിക്കലും അല്ല. ഇപ്പൊ വേറെ ട്രെൻഡിലേക്കാണ് പിന്നെ കടപ്പുറത്ത് പോവുക, പിന്നെ സേവ് ദ ഡേറ്റ് എന്തൊക്കെ കാണിക്കുന്നേ. അല്ല, അന്നൊക്കെ നിങ്ങൾ ഫോട്ടോഗ്രാഫേഴ്സ് പെണ്ണിനെയും ചെറുക്കനെയും ഒരുമിച്ച് നിർത്താൻ പോലും കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് എന്താണ്,
ഇന്ന് ഡ്രസ് പോലും വേണ്ടാന്ന് അവര് പറയുന്നത്. പക്ഷേ പിന്നെ പഴയ കാലത്ത് താലി കെട്ട സമയത്ത് ആ. നമ്മൾ താലി കെട്ടുമ്പം ഒരു പ്രാവശ്യം എടുക്കാൻ പറ്റത്തുള്ളൂ. ആ. രണ്ട് പ്രാവശ്യം എടുക്കാൻ ഒറ്റ പ്രാവശ്യം നമ്മള് ഇപ്പോഴങ്ങനല്ല. താലി ഇരുത്തി 2 പ്രാവശ്യം കിട്ടും. അത് മാത്രമല്ല ഇപ്പൊ പിന്നെ താലി മറ്റേ ഇതുണ്ടല്ലോ തന്ത്രി, അയാളെ ചോദിക്കും ഫോട്ടോഗ്രാഫേഴ്സിന്റെ അടുത്ത് ഇതൊക്കെ കെട്ടിച്ചോട്ടെ അവസ്ഥയിലേക്ക് എത്തി കഴിയുന്നുള്ളതാണ്. ഒരു കാര്യം ഫോട്ടോഗ്രാഫി ഈ പിന്നെ ഓഡിയൻസിന് ഇത് കാണുമ്പോഴത്തേക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് പലപ്പോഴും കാര്യം പിന്നെ എന്താണ് ഇപ്പൊ തന്നെ ഒരു സെക്സ് അപ്പ് അല്ലേ? അതെ അതെ. പിന്നെ വീഡിയോ ഒക്കെ പിന്നെ എന്തിനായാലും ഒരു മാന്യതയില്ലാത്ത രീതിയിലാണ് ഈ ഒരു ട്രെൻഡ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോഴത്തെ ആളുകൾക്ക് അത് വേണം താനും. പണ്ട് കാലത്ത് നമ്മൾ ഒരു കല്യാണ വീട്ടിൽ ചെന്നാൽ ഭയങ്കര സ്വീകരണമായിരുന്നു. അതെ. ഇപ്പോൾ അതില്ല. വില നഷ്ടപ്പെട്ടു. ഇപ്പോഴത്തെ ഇല്ലാതാക്കിയതാണ്. ഇപ്പൊ എല്ലാരും ഫോട്ടോഗ്രാഫേഴ്സ് ആണ്. പണ്ട് നിങ്ങളെ പോലുള്ള ടാലന്റഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു ഫോട്ടോഗ്രാഫി മേഖലയിൽ നിന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരു മൊബൈൽ എടുത്താലും ഫോട്ടോഗ്രാഫറാണ്. ഇപ്പൊ നമ്മളെ തിരക്കി മറ്റേ ആൾക്കാർ വരുമായിരുന്നു വീഡിയോ ഫോട്ടോ എടുക്കാൻ. ഇപ്പോഴങ്ങനെയില്ല. ഇപ്പോൾ ഈവൻ മാനേജ്മെന്റ് വന്ന് ഫുള്ളൊക്കെ എടുത്തോണ്ട് പോവാണ്. ഈ ഫോട്ടോഗ്രാഫി അല്ലാതെ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്നൂര് തുടങ്ങിയത്? അതൊക്കെ ഒന്ന് കാണിക്കാവോ? ഞാനും വൈഫും കൂടെ ചെറിയ രീതിയിലുള്ള കൃഷികൾ. കാര്യം സമയം പോരായിട്ട് മാത്രം. മക്കള് ഒക്കെ വിദേശത്താണോ അവരെല്ലാം? വിദേശത്ത് രണ്ടുപേരും വിദേശത്ത് വിവാഹം കഴിഞ്ഞിട്ട് വിദേശത്താണ്. അവരെല്ലാം ചേട്ടനും വൈഫും മാത്രമേ ഉള്ളൂ. ഞങ്ങള് രണ്ടുപേരും സമയം പോകാൻ വേണ്ടിയത് എല്ലാം ഉണ്ട്. നമുക്ക് വേണ്ടുന്നുള്ള നമ്മൾ വേണ്ടുന്ന ആവശ്യമുള്ള കൃഷിയെല്ലാം വീട്ടിലേക്ക് ആവശ്യമായ എല്ലാം ഇവിടുന്ന് ഉത്പാദിപ്പിക്കുന്നുണ്ടോ? പയറായാലും ചീരയായാലും ചേനയായാലും മുളക് തക്കാളി അത്യാവശ്യം എല്ലാം ഒരു വീട്ടിനാവശ്യമായ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. എല്ലാം ഉണ്ട്. നാരങ്ങ ഉൾപ്പെടെയുണ്ട്. കുരുമുളക്. പിന്നീട് വന്നിട്ട് അത് കഴിഞ്ഞ് അഡീനിയ എന്ന് പറയാനുള്ള ഒരു ചെടിയാണ്. എന്തോ? അഡീനിയ. ഇത് കുറെ സ്റ്റോക്ക് ഉണ്ടല്ലോ. ഇതൊരു പിന്നെ 35 കളറുണ്ട്. 35 കളറോ? കളർ. ഇതിനകത്ത് ഞങ്ങൾ ബഡ് ചെയ്ത് ഒരെണ്ണത്തിൽ തന്നെ 1-2 കളറാക്കുന്നു. ഒരു ചെടിയിൽ 2 കളർ പോവല്ലേ? 5000 രൂപ തൊട്ട് 150 രൂപ, അതിന്റെ തൈക്ക് 50 രൂപ തൊട്ടുണ്ട്. അത് ശരി. സെയിൽ ചെയ്യുന്നുണ്ട്? ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് എന്റെ വൈഫിന്റെ ഒരു ഐഡിയ ആണ്. ഇത് എത്ര നാളത്തെ ചെയ്യുന്നുണ്ട്? ഇതൊരു 10 വർഷമായിട്ട് ഇതങ്ങനെ സെയിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഏറ്റവും കൂടുതൽ കാലപ്പഴക്കമുള്ള ചെടികളുണ്ട്. ഇതിനകത്ത് ഇതിന്റെ പിന്നെ 30-25 വർഷമൊക്കെ കാലപ്പഴക്കമുള്ളതാണ്. 25 വർഷമൊക്കെ കാലപ്പഴക്കമുള്ള ചെടിയുണ്ടോ? ആ സൈഡിൽ ഇരിപ്പുണ്ട്. ഇതൊക്കെ 10 വർഷം പഴക്കമുള്ളതാ. ഇത് 10 വർഷം പഴക്കമുള്ള. 10 വർഷം പഴക്കമുള്ള, ഏകദേശം 10 വർഷം പഴക്കമുള്ള കോഴിയാണ്. നമ്മള് 2 കളറാന്ന് തോന്നല്ലേ? 2 കളർ നമ്മൾ ഇതിനകത്ത് 2 കളർ എത്തിക്കുക. ഇത് ബഡ് ചെയ്ത് കയറ്റിയതാ. ഷേപ്പ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന. അങ്ങനെ ഇതിനൊക്കെ ഷേപ്പ് ഉണ്ടാക്കി എടുക്കുകയാണ്. അതിനൊക്കെ എത്ര പ്രൈസ് തോന്നി? 10 വർഷം കാലപ്പഴക്കമുള്ളത് ഇത് നമ്മള് 3000 രൂപ റേഞ്ച് 3000 രൂപ വാങ്ങിക്കും. കാര്യം ഏറ്റവും കുറഞ്ഞത് 50 രൂപയ്ക്ക് ചെറിയ തൈകളാണ്. തൈയുണ്ട്. 50 രൂപ സ്റ്റാർട്ട് ചെയ്യും. ഇതിനകത്ത് തന്നെ 2 കളർ കണ്ടില്ല. നമ്മളിത് ബഡ് ചെയ്ത് കയറ്റിയതാ. ഇതിനകത്ത് 2 കളർ ബഡ് ചെയ്ത് കയറ്റുന്നത്, വൈറ്റും ചുവപ്പും. അത് കൊള്ളാം. ബഡ് ചെയ്യുന്ന അറിയത്ത് പോലും ഇല്ല അല്ലേ? ബഡ് ചെയ്യുന്ന അറിയത്തില്ല, ഒരു തരത്തിൽ അറിയത്തില്ല. അടിപൊളി. അതേപോലെ തന്നെ വലുതിനകത്തെല്ലാം നമ്മൾ ബഡ് ചെയ്ത് കയറ്റിട്ടുണ്ട്. നോക്കട്ടെ. ഇതൊക്കെ ബഡ് ചെയ്ത 2 കളറാണ്. ഇത് 2 കളറാണ്. ഇതൊക്കെ ഒരുപാട് പഴക്കമുള്ള ചെടികളാണ്. ഇതൊക്കെ ഇത്രയും വളരും അല്ലേ? വീട്ടിൽ കൊണ്ട് വളർത്തിയെടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നല്ല സൂര്യപ്രകാശം വേണം, എങ്കിൽ മാത്രമേ ഇത് വളരത്തുള്ളൂ. കാക്ടസ് അതെന്ത് വെച്ചായിരുന്നു? ഈ ഡ്രാഗൺ ഫ്രൂട്ടിനകത്ത് ഇത് ബഡ് ചെയ്ത് വെച്ചേക്കുന്നത്. പലതരത്തിലുള്ള കാക്ടസ് ഉണ്ട്. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഇതിനകത്ത് ബഡ് ചെയ്തതാണ്. നമ്മള് ഓരോ തൈ ബഡ് ചെയ്ത് വെച്ചു. ഒരു ചെടിയിൽ നിന്നും 3 കളർ വെറൈറ്റി ആയിട്ടുള്ള 3 കളർ ബഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ? അതുകൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട് സൈഡിൽ.
സന്തോഷേട്ടാ, ഒരുപാട് സന്തോഷം. താങ്കളെപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ കൊല്ലം ജില്ലയ്ക്ക് ഞങ്ങൾക്ക് അഭിമാനമാണ്. 47 വർഷക്കാലമായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്നു. ഒപ്പം തന്നെ ചെടികളെയും പ്രകൃതിയൊക്കെ സ്നേഹിച്ചുകൊണ്ട് അതിനോടൊപ്പം ജീവിക്കാൻ കഴിയുന്നു. ഒരുപാട് സന്തോഷം. എന്താണ് പ്രേക്ഷകരോടും ചേട്ടനെ അറിയാവുന്ന ആളുകളോടും പറയാനുള്ളത്? ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് നമ്മളിനി പഴയ കാലമൊക്കെ പോയി പുതിയതായിട്ട് വരുന്നത് ഇനിയുള്ള ചെറുപ്പക്കാർ നല്ല രീതിയിൽ ഫോട്ടോഗ്രാഫി എടുത്ത് ഈ മേഖലയെ നിലനിർത്തുക, അല്ലെങ്കിൽ ഈ മേഖല ഇല്ലാതായി പോകും. ഇത് മാത്രമേ പറയാനുള്ളൂ. കാര്യം ഇപ്പൊ തന്നെ സ്റ്റുഡിയോകളൊക്കെ എല്ലാം വളരെ വർക്ക് കുറവാണ് തുടങ്ങിയിട്ടുണ്ട്. അതെ, അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മളെ ഫോട്ടോഗ്രാഫി നിലനിർത്താൻ വേണ്ടി ഇനിയുള്ള തലമുറകൾ ശ്രമിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.